ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട് മാനേജ് ചെയ്യുന്നത് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം ചില ദിവസങ്ങളിൽ വീട് മെസ്സി ആക്കി എടുക്കുമ്പോൾ നമുക്ക് എവിടെ തുടങ്ങണമെന്ന് തന്നെ അറിയത്തില്ല അല്ലേ. അപ്പോൾ എല്ലാവർക്കും പറ്റും, പക്ഷേ നമുക്ക് ഒരു ക്ലീൻ ഹോം എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ലീൻ ചെയ്യുക എന്നുള്ളതല്ല, ചെറിയ ചെറിയ ടൈനി ഹാബിറ്റ്സ് വെച്ചിട്ട് വീട് ക്ലീനാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇന്ന് ഒരു 14 സിമ്പിൾ 10 സെക്കൻഡ് ഹാബിറ്റ്സ് ആണ് പറയുന്നത്. നമ്മുടെ വീട് ഇൻസ്റ്റൻ്റ്ലി ഒന്ന് റിഫ്രഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഏത് സമയം വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഒരു റൂമിൽ നിന്ന് ഒരു റൂമിലോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഫോൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ജസ്റ്റ് കുക്കിങ്ങിന് എന്തെങ്കിലും കാര്യത്തിന് വെയിറ്റ് ചെയ്യുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഹാബിറ്റ്സാണ്, പക്ഷേ നല്ല റിസൾട്ട് തരുന്ന കുറച്ച് ഹാബിറ്റ്സാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ പ്ലാന്റ്സ്, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വീടിനകത്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതൊന്ന് ക്വിക്കായിട്ടൊന്ന് സ്പ്രേ ചെയ്യാം. ഏത് പ്ലാന്റ്സ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിലും ഈ ഒന്ന് സ്പ്രേ ചെയ്യുമ്പോൾ, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണെങ്കിലും അത് ഒന്ന് റിഫ്രഷ്ഡ് ആയിട്ടിരിക്കും. എല്ലാത്തിലും ഡസ്റ്റ് പെട്ടെന്ന് വരും അല്ലേ. നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യയിലെ വീടുകളിലെല്ലാം ഡസ്റ്റ് ഉണ്ടാവും. സോ ഈ ഒരു 10 സെക്കൻഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗ്രീനറി പോലെ വൈബ്രൻ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യാം. പിന്നത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ, ഏരിയാസ് ഒന്ന് ക്ലീൻ ചെയ്യുക. ഇപ്പോൾ റോബോ വാക്യൂം ക്ലീനർ ഉണ്ടെങ്കിൽ ഒത്തിരി എളുപ്പമാണ്, കാരണം അത് ഓൺ ചെയ്ത് വിട്ടാൽ മതി. ഇപ്പോൾ കിച്ചൻ്റെ ഫ്ലോർ ആണെങ്കിലും, ലിവിങ് റൂമിൻ്റെ വാക്ക് വേ ആണെങ്കിലും, നമ്മുടെ എൻട്രൻസ് ഏരിയ ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് പൊടി പിടിക്കും. അപ്പോൾ ഈ റോബോ വാക്യൂം ആ ഒരു ഏരിയാസിൽ നമ്മളൊന്ന് ഓടിച്ച് വിടുക. 1 മിനിറ്റ് അതൊന്ന് ഓടിക്കുമ്പോൾ തന്നെ വീട് ഇൻസ്റ്റൻ്റ്ലി ക്ലീൻ ആയിട്ട് വരും. ഇപ്പോൾ മുടിയൊക്കെ കെടുപ്പുണ്ടെങ്കിൽ നമുക്ക് വലിയ പണിയില്ലാതെ തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ തുണിയൊക്കെ എന്താ പറയുക, ഉണക്കിയൊക്കെ എടുക്കും, പക്ഷേ മടക്കി എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മടിയാണല്ലേ. അപ്പോൾ അത് നെക്സ്റ്റ് ടൈം നമ്മൾ ആ ഒരു ഏരിയ കൂടെ പാസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരെണ്ണം എടുത്തിട്ട് മടക്കിയിട്ട് അകത്തോട്ട് വയ്ക്കാം. ജസ്റ്റ് ഒരു 10 സെക്കൻഡിൽ എടുക്കുള്ളൂ. അപ്പം സ്ലോലി നമുക്കത് അങ്ങനെ ഓരോ പണികൾ ചെയ്ത് തീർക്കാൻ പറ്റും. അതല്ലെങ്കിൽ മൊത്തത്തോടെ എങ്ങനെ ചെയ്യാൻ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ മോട്ടിവേഷൻ ഇല്ലാത്ത സമയത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഡിലേ ചെയ്യാതെ നമ്മുടെ തുണികൾ എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്ന വെച്ചാൽ, നമുക്കൊരു ജങ്ക് ട്രേ ഉണ്ടാവും അല്ലേ. നമ്മുടെ കുറേ കീസ്, ബിൽസ്, റബ്ബർ ബാൻഡ്, പെന്ന്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പം ആ ഒരു ട്രേയിൽ നിന്ന് ഒരു 1-2 ഐറ്റം എടുത്തിട്ട് അതിൻ്റെ പ്ലേസിൽ വെക്കുക. ഞാൻ ഈ ഒരുപാട് ക്ലീനിങ് ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്. നമുക്ക് നല്ല മടിയുള്ളപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുള്ളപ്പോൾ പെട്ടെന്ന് നമുക്കൊരു കാര്യം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ഒരു പ്രാവശ്യം അങ്ങോട്ട് പോകുമ്പോൾ ഒരെണ്ണം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആ ഒരു ടാസ്ക് ചിലപ്പം ഒരു ദിവസം കൊണ്ട് അങ്ങ് ഫിനിഷ് ആയിക്കോളും. എന്നാൽ നമ്മൾ അതിനു വേണ്ടി അധികം സമയം സ്പെൻഡ് ചെയ്യുന്നുമില്ല. ഇനി നമ്മളെ വീട് കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആയിട്ടിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ചെയറെല്ലാം നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ചിടാൻ ചിലപ്പോൾ മടിയാണ്. കുട്ടികളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അത് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് തന്നെ ആ ഒരു ടേബിളൊക്കെ കറക്റ്റായിട്ടൊന്ന് പുഷ് ചെയ്ത് വെച്ചാൽ തന്നെയും നമുക്ക് ആ ഡൈനിങ് ടേബിൾ നല്ല നീറ്റായിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് മെസ്സി ലുക്ക് ഉണ്ടാവും. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്, എവിടെയെങ്കിലും മാറാല കണ്ടാൽ അപ്പം തന്നെ അങ്ങ് എടുത്തേക്കുക. അതും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷേ പിന്നെ ഒരുപാട് മെസ്സാവുന്നതിനേക്ക് നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ബുക്സ് വായിക്കുന്ന കൂട്ടത്തിലാണ് നമ്മളും നമ്മുടെ കുട്ടികളും എന്നുണ്ടെങ്കിൽ മിക്കവാറും അവിടെ ഇവിടെയൊക്കെ ബുക്ക് കെടുപ്പുണ്ടാവും. അപ്പോൾ ആ ബുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ തന്നെ ഒരു നല്ലൊരു നീറ്റ് ലുക്ക് ഉണ്ടാവും. അപ്പം എവിടെയാണ് നമ്മൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബുക്സൊക്കെ നമ്മൾ ചിലപ്പോൾ ആ റൂമിൽ തന്നെയാണല്ലോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് എടുത്ത് വയ്ക്കാം. പിന്നെ ഒരു വീടിനൊരു ഫ്രഷ് ഫീൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്, നമ്മുടെ എൻട്രൻസിൽ തന്നെ നമുക്ക് ഫ്രഷ് പ്ലാന്റ്സ് വെക്കാം. അപ്പോൾ ഒരു ഗ്രീൻ ആയിട്ടുള്ള ഒരു എൻട്രൻസ് എന്ന് പറയുമ്പോൾ തന്നെ ആ വീട് കുറച്ചൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രഷ് ആയിട്ടുള്ള ലുക്ക് തരാൻ പറ്റും. അപ്പോൾ ആ
പ്ലാന്റ്സിൻ്റെ ഡ്രൈ ലീവ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി അത് നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ട് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യുന്ന സമയത്ത്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റുകൾ ഉണ്ടാവുമല്ലോ, ട്യൂബ് ലൈറ്റ് അല്ലെങ്കിൽ ലാമ്പ് ഷീറ്റ്സ്, അതിലൊക്കെ പൊടിയുണ്ടെങ്കിലും വീടിനൊരു മുഷിഞ്ഞ ലുക്കായിരിക്കും. അപ്പോൾ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് എത്താവുന്ന സ്ഥലത്തെല്ലാം നമ്മൾ ആ ഒരു ഡസ്റ്റ് ഒന്ന് തുടച്ച് വിട്ടേക്കാം. അപ്പോൾ ഇതും ഒരു 10 സെക്കൻഡ് എടുക്കുകയുള്ളൂ, പക്ഷേ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ചെയ്യാവുന്ന അടുത്തൊരു കാര്യം, നമ്മളുടെ മാറ്റുകൾ ഇട്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ എൻട്രൻസിൽ, അതിലെല്ലാം ഒരുപാട് ഡസ്റ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ പറ്റുമ്പോഴൊക്കെ അതൊന്ന് നമ്മുടെ ബാൽക്കണിയിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ബാക്ക് യാർഡിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് വിടുക. ഇമ്മീഡിയറ്റായിട്ട് ആ ഒരു കാര്യം കുറച്ചും കൂടി ഫ്രഷ് ആയിട്ടിരിക്കും മാറ്റെല്ലാം. നമുക്ക് തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഇനി അടുത്ത് നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്, പക്ഷേ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, നമ്മുടെ ടൈൽസിൻ്റെയൊക്കെ സ്കേർട്ടിങ് ഇല്ലേ, നമ്മുടെ വോളും ടൈലും മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ടൈൽ വെച്ചിട്ട് അതിൻ്റെ സ്കേർട്ടിങ്ങിൽ പൊടിയുണ്ടാവും. അപ്പോൾ ആ ഒരു ചെറിയ ചെറിയ സ്ട്രിപ്പ് നമ്മൾ അധികം നോട്ടീസ് ചെയ്യില്ല, പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു തുണി വെച്ച് നോക്കുവാണെങ്കിൽ പൊടി ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ച് വിട്ടേക്കുക, അപ്പോൾ കൂടുതൽ ക്ലീനായിട്ട് ഇരിക്കും. പിന്നെ കുട്ടികളൊക്കെ ഉള്ളൊരു വീട്ടിൽ എപ്പോഴും വരുന്നതാണ്, അല്ലെങ്കിൽ ഗ്രോസറീസ് ബാഗ്സൊക്കെ വരുമ്പോൾ നമ്മുടെ വോളിലൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ മാർക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു മാജിക് സ്പോഞ്ചോ ഒരു മൈക്രോ ഫൈബർ ക്ലോത്തോ നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു സ്ഥലത്ത് വെച്ചേക്കുക, പയ്യെ അതൊന്ന് വൈപ്പ് ചെയ്ത് വിട്ടേക്കുക. അത് ക്ലീൻ ആകുമ്പോൾ തന്നെയും ആ വോള് നല്ല ഭംഗിയായിട്ട് ഉണ്ടാവും. പിന്നെ നമ്മുടെ ബെഡിൽ സോഫയിലൊക്കെ ഇങ്ങനെ നൂല് പൊങ്ങിയൊക്കെ വരുന്നത് കാണാം. അപ്പോൾ അത് നമുക്ക് ലിൻറ്റ് റോളേഴ്സ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. അത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുകയാണെങ്കിൽ എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് നീറ്റായിട്ട് ഇരിക്കുന്നത് കാണാം. പിന്നെ ഇത് പെറ്റ്സൊക്കെയുള്ള വീടുകളിലും ഇത് നല്ലതായിരിക്കും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുഷനൊക്കെ മാറിക്കെടുക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്ന് ചെന്ന് സ്ട്രെയിറ്റ് ആക്കി ഇട്ടേക്കുക. ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മുടെ ലിവിങ് റൂം നല്ല നീറ്റായിട്ട് ഓർഡർ ആൻഡ് സ്റ്റൈലായിട്ട് ഇരിക്കുന്നത് കാണാൻ പറ്റും. സോ ഇന്ന് ക്വിക്കായിട്ട് ഒരു 14 ഹാബിറ്റ്സാണ് നമ്മൾ ഷെയർ ചെയ്തത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത് ഒരു 2 മിനിറ്റ് റൂൾ പോലെ തന്നെ നമുക്ക് കണക്കാക്കാം. അതായത് ജസ്റ്റ് നമുക്ക് 2 മിനിറ്റ്സോ അതിന് താഴെയോ എടുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ചെയ്യാന്നുള്ളത്. ഈ 2 മിനിറ്റ് റൂളിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്രയും കുറച്ച് സമയം കൺസ്യൂം ചെയ്യുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മടി പിടിച്ചിരിക്കുമ്പോൾ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു പണി ചെയ്ത് തീർക്കാനും പറ്റും, സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യും. അടുത്ത പണി ചെയ്യാനുള്ളൊരു നമ്മളെ മോട്ടിവേറ്റഡ് ആക്കി മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ 14 ടാസ്കുകളും ഇൻസ്റ്റൻ്റ്ലി നമ്മുടെ വീട് റിഫ്രഷ് ആക്കാനും അതുപോലെ തന്നെ നമുക്ക് ഒരു ക്ലീൻ ചെയ്യാനൊരു മോട്ടിവേഷൻ നൽകാനും ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഹാബിറ്റ്സാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നിങ്ങൾക്കും ഒരുപാട് ഹാബിറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഹാബിറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ലിസ്റ്റിലോട്ട് അതും ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് കൂടുതൽ മോട്ടിവേറ്റഡ് ആയിട്ട് വീട് ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്, ചെറിയ ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ ലാസ്റ്റ് വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു. അതായത് നമ്മൾ മണി ഹാബിറ്റ്സ്, നമ്മൾ മണി വേസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചത്. അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് കമ്പാരിറ്റീവ്ലി നല്ല വ്യൂ ഉണ്ട്. ഇപ്പോഴും വ്യൂസ് കണ്ടുകൊണ്ടിരിപ്പുണ്ട്, സബ്സ്ക്രൈബേഴ്സും അതിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ഞാനിങ്ങനെ ഇനിയും ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറ്റുവാണെങ്കിൽ ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. കാരണം എന്നാലാണ് നമ്മുടെ വീഡിയോസ് കൂടുതൽ സജഷനിൽ പോവുള്ളൂ. അപ്പോൾ എനിക്കും നിങ്ങൾക്കും ഒക്കെ അതൊരു ഹെൽപ്ഫുള്ളായിട്ട് മാറാൻ പറ്റും. വീഡിയോസ് കൂടുതൽ റീച്ചും പിന്നെ അതുപോലെ വ്യൂസും ഒക്കെ വരുമ്പോഴത്തേനും നമ്മൾ എന്തായാലും കൂടുതൽ മോട്ടിവേറ്റഡ് ആവുമല്ലോ. അപ്പം പറ്റുവാണെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും കമൻ്റ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ.
ഓക്കെ. പിന്നെ അതുപോലെ ആർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആവും, ക്ലീനിങ്ങിനൊരു മോട്ടിവേഷൻ വേണമെന്നൊക്കെ തോന്നുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയ വീഡിയോ ആയിരുന്നു, എന്നാലും ഞാൻ കൂടുതൽ എന്താ പറയുക, ഉടനെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാൻ വേണ്ടി നോക്കാം. ഈ ഒരു വീഡിയോയ്ക്ക് പാർട്ട് 2 നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണോ ഓക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ പാർട്ട് 2 ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഉടനെ തന്നെ പാർട്ട് 2 ചെയ്യില്ല, പിന്നീട് ഒരു അവസരത്തിൽ ഇതിൻ്റെ പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നോക്കും. പിന്നെ രണ്ട് വീഡിയോ സജഷൻസ് എനിക്ക് വന്നിരുന്നു. അതായത് വീട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ, അതുപോലെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് വീട് ഹാൻഡിൽ ചെയ്യണം, അപ്പോൾ അതെങ്ങനെ ചെയ്യാം, എങ്ങനെ കുറച്ച് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് നമ്മളെ തന്നെ പുഷ് ചെയ്ത് കൂടുതൽ അന്നത്തെ ഡെയിലി ചോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടും കൂടിയിട്ട് വീഡിയോ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. പക്ഷെ നമുക്ക് കുറച്ച് സമയമെടുക്കും ഇതിന് നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ആക്ച്വലി അതിൽ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു 2 ടോപ്പിക്സ് എന്തായാലും ഒന്ന് കവർ ചെയ്യണമെന്നുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്ന ടോപ്പിക്സ് ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം, നമുക്കതെന്തായാലും വീഡിയോ ചെയ്യാം. അപ്പോൾ ശരി, ഞാനിപ്പോൾ കുറച്ച് നേരമായി അധികം വർത്തമാനം പറയുന്നു. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.